തിരുനാവായ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുനാവായയിൽ നിന്നും പട്ടണടക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ പാലം വരുന്നത്. ഈ പാലത്തിൽ നിന്നും നോക്കിയാൽ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഈ നാടിൻ്റെ അതിമനോഹരമായ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. നെൽകൃഷികളും തെങ്ങിൻ തോപ്പുകളും താമരക്കായലും ഈ നാടിൻ്റെ ഭംഗി കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്ന സ്ഥലമാണ് തിരുനാവായ. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും പൂജയ്ക്ക് ആവശ്യമായ താമര പോകുന്നത് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷനായ തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുകൂടെയാണ് ഈ ഒരു പാലം കടന്നു പോകുന്നത്. നല്ലവരായ രാഷ്ട്രീയക്കാരുടെയും നാട്ടുകാരുടെയും കഠിന ശ്രമത്തിന്റെ ഫലമായാണ് ഈ പാലം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. മനോഹരമായ കാഴ്ചകളും ഒരുപാട് കഥകളും പറയാനുണ്ട് തിരുനാവായക്ക്. അതിൽ ഒന്നു മാത്രമാണ് മാമാങ്കം. നമുക്ക് വീണ്ടും പാലത്തിന്റെ കാര്യത്തേക്ക് വരാം. ഇതൊരു 2 വരി പാതയാണ്. തിരുനാവായ ഭാഗത്താണ് ഇതിന്റെ ടോൾ ബൂത്ത് വരുന്നത്. പാലത്തിനോടടുത്ത് ഇടതുവശത്ത് നെൽകൃഷിയാണ് കൂടുതലായിട്ടും കാണുന്നത്. വലതുവശത്താണ് എടക്കുളം ടൗൺ വരുന്നത്. എടക്കുളം ടൗണിലൂടെയായിരുന്നു ആദ്യം തിരുനാവായ ഭാഗത്തേക്ക് പോയിരുന്നത്. അവിടെയായിരുന്നു തിരുനാവായ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നത്. തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലത് ഭാഗത്തേക്ക് പോയാൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും ഇടത് ഭാഗത്തേക്ക് പോയാൽ തിരൂർ റെയിൽവേ സ്റ്റേഷനുമാണ് വരുന്നത്.